കേരളത്തിലെ KPCC പ്രസിഡന്റ് പോലും താല്പര്യമില്ലാത്ത ആളാണ് കോൺഗ്രസിന്റെ മലയാളിയായ ദേശീയ വക്താവ് ഷമാ മുഹമ്മദ്. പലപ്പോഴും ചാനൽ ചർച്ചകളിലൊക്കെ അവർ പ്രത്യക്ഷപ്പെടാറുണ്ട്, പ്രകോപനപരമായി സംസാരിക്കാറുണ്ട്. ഇപ്പോൾ അവർ ഏറ്റവും അധികം പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാനാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ഇപ്പോൾ ഷമാ മുഹമ്മദ് വിമർശിച്ചിരിക്കുന്നത്. എന്താണ് രോഹിത് ശർമ്മയുടെ കുറ്റം? രോഹിത് ശർമ്മയ്ക്ക് തടി കൂടുതലാണ്, കായിക താരങ്ങൾക്ക് തടി പാടില്ലത്ര. ഇതാണ് ഷമാ മുഹമ്മദിന്റെ ന്യായം. ഇത് മാത്രമല്ല, ഷമാ മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു ശരാശരി ക്രിക്കറ്റ് കളിക്കാരൻ, അത്ര മികച്ച ക്രിക്കറ്റ് കളിക്കാരനൊന്നും അല്ല, മികച്ച ക്യാപ്റ്റൻ അല്ല, മികച്ച ക്രിക്കറ്റ് കളിക്കാരൻ പോലും അല്ല രോഹിത് ശർമ്മ എന്നാണ് ഷമാ മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഷമാ മുഹമ്മദിന്റെ വിമർശനം അത് കോൺഗ്രസിനെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അതോടുകൂടി ഷമാ മുഹമ്മദ് എക്സിലെ തന്റെ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴും ഷമാ മുഹമ്മദിന്റെ നിലപാട് അവർ മാധ്യമങ്ങളോട് പറയുന്നത് താൻ ചെയ്തത് ശരിയാണ് എന്ന രീതിയിലാണ് അവർ പറയുന്നത്. വളരെ ശക്തമായ പ്രതികരണമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലുകളിലും ഒക്കെ തന്നെ ഷമാ മുഹമ്മദിനെതിരെ വരുന്നത്. നേരത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഷമാ മുഹമ്മദിനെ പലപ്പോഴും തള്ളിപ്പറഞ്ഞാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾക്ക് വരെ ഷമാ മുഹമ്മദിനെ തള്ളിപ്പറയേണ്ടി വന്നിരിക്കുകയാണ്. ഷമാ മുഹമ്മദ് രോഹിത് ശർമ്മയെ വിമർശിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടി വരുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം രണ്ടുപേരും, ഒന്ന് ഷമാ മുഹമ്മദിന്റെ ക്യാപ്റ്റൻ രാഹുൽ ഗാന്ധിയാണ്, കോൺഗ്രസിന്റെ നേതാവാണ്. ഷമാ മുഹമ്മദ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനെയാണ് വിമർശിക്കുന്നതെങ്കിൽ ഷമാ മുഹമ്മദിന്റെ ക്യാപ്റ്റൻ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുകയാണ് മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നത്. അവർ വളരെ കണക്ക് നടത്തി പറയുകയാണ്. കാരണം ആരാണ് വിജയ്? രോഹിത് ശർമ്മയുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? രാഹുൽ ഗാന്ധിയുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? ഏകദിന മത്സരങ്ങളിൽ രോഹിത് ശർമ്മയുടെ പ്രകടനം നോക്കാം. 2017 മുതൽ 2025 വരെയാണ്. രാഹുൽ ദ്രാവിഡിന് ശേഷമാണ് രോഹിത് ശർമ്മ ഇന്ത്യൻ ക്യാപ്റ്റൻ ആവുന്നത്. 53 മാച്ചിൽ 52 ഇന്നിങ്സിൽ രോഹിത് ശർമ്മയ്ക്ക് റണ്ണൊന്നും എടുക്കാൻ കഴിയാതിരുന്ന 7 ഇന്നിങ്സുകളിൽ മാത്രമാണ്. ആകെ എടുത്തത് 2387 റൺ, ഏറ്റവും കൂടുതൽ 208 റൺ, ആവറേജ് 53.04 റൺ, സ്ട്രൈക്ക് റേറ്റ് 113.18, സെഞ്ചുറി നേടിയത് 5 എണ്ണം, ഹാഫ് സെഞ്ചുറി നേടിയത് 16 എണ്ണം, ബൗണ്ടറി നേടിയത് 240, സിക്സർ നേടിയത് 121. ഇനി T20 ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയുടെ പ്രകടനം: ആകെ കളികൾ 62, ജയിച്ചത് 49, തോറ്റത് 12, സമനിലയിലായത് 1, വിന്നിംഗ് പെർസെന്റേജ് 79.03%. ഇനി രോഹിത് ശർമ്മ മാൻ ഓഫ് ദ മാച്ച് ആയത് നോക്കൂ. ടെസ്റ്റിൽ 4 തവണ, ODIയിൽ ഏകദിനത്തിൽ 24 തവണ, വേൾഡ് കപ്പിൽ 7 തവണ, T20യിൽ 13 തവണ, IPLൽ 19 തവണ, ചാമ്പ്യൻസ് ലീഗിൽ 1 തവണ. ഇത്രയൊക്കെ മികച്ച പ്രകടനം നടത്തിയ ഒരു ക്യാപ്റ്റനെയാണ് ഷമാ മുഹമ്മദ് അപമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഷമാ മുഹമ്മദിന്റെ ക്യാപ്റ്റനായ രാഹുൽ ഗാന്ധിയുടെ പ്രകടനം എങ്ങനെയാണെന്ന് സോഷ്യൽ മീഡിയ പറയുന്നത് നോക്കാം. രാഹുൽ ഗാന്ധി കോൺഗ്രസിലെ നേതൃസ്ഥാനത്ത് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട 89 തെരഞ്ഞെടുപ്പുകളിലാണ് കോൺഗ്രസ് നിലംപറ്റിയത് എന്നാണ് കണക്കുകൾ സഹിതം പറയുന്നത്. ആ തെരഞ്ഞെടുപ്പുകൾ ഇങ്ങനെയാണ്: 2012 UP, പഞ്ചാബ്, ഗോവ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് തോറ്റു. അത് രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 2013 ത്രിപുരയിൽ തോക്കുന്നു, നാഗാലാൻഡിൽ തോക്കുന്നു, ദില്ലിയിൽ തോക്കുന്നു, രാജസ്ഥാനിൽ തോക്കുന്നു, മധ്യപ്രദേശിൽ തോക്കുന്നു, ഛത്തീസ്ഗഡിൽ തോൽക്കുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നു. അതോടൊപ്പം തന്നെ ഹരിയാന, ജമ്മു കാശ്മീർ, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തോൽക്കുന്നു. 2015 ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തറപറ്റുന്നു, സീറ്റ് ഒന്നും കിട്ടുന്നില്ല. 2016 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസാം, കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ ഇവിടെയൊക്കെ കോൺഗ്രസോ അല്ലെങ്കിൽ കോൺഗ്രസിന് മുന്നണിയോ തോക്കുന്നു. 2017 ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ് ഈ സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് തോൽക്കുകയാണ്. 2018 ത്രിപുര, നാഗാലാൻഡ്, മിസോറാം, മേഘാലയ, തെലങ്കാന ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോക്കുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന അരുണാചൽ, സിക്കിം, ഹരിയാന, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടെ തോക്കുന്നു. 2020 ഡൽഹി, ബീഹാർ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോക്കുന്നു. 2021 പശ്ചിമ ബംഗാൾ, ആസാം, കേരളം, പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോക്കുന്നു. 2022 UP, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോക്കുന്നു. 2023 ത്രിപുര, നാഗാലാൻഡ്, മേഘാലയ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് തോൽക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോൽക്കുന്നു. അതിനുശേഷം അരുണാചൽ പ്രദേശ്, സിക്കിം, ഹരിയാന, ഒഡീസ,
ഒഡീഷ, ആന്ധ്ര, മഹാരാഷ്ട്ര 2024 നടന്ന ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് തോക്കുന്നു. അങ്ങനെ 89 തെരഞ്ഞെടുപ്പുകളിലാണ് കോൺഗ്രസിനെ രാഹുൽ ഗാന്ധി, അങ്ങനെ തോൽവിയുടെ ക്യാപ്റ്റനായ രാഹുൽ ഗാന്ധിയുടെ ടീമിലെ അംഗമായ ഷമാ മുഹമ്മദ് ഇന്ത്യയുടെ ക്രിക്കറ്റ് ക്യാപ്റ്റനെ അപമാനിക്കുകയാണ് ചെയ്തത് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു ക്രിക്കറ്റ് ക്യാപ്റ്റനെയോ കളിക്കാരനെയോ അപഹസിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കളിക്കാരെ ചിലപ്പോൾ ആക്ഷേപിക്കാറുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ മറ്റു രാഷ്ട്രീയക്കാരെ ആക്ഷേപിക്കാറുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ക്യാപ്റ്റനെ ആക്ഷേപിക്കുന്ന സമയത്ത് അതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവുന്നത്. കോൺഗ്രസിനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയൊക്കെ ഡിഫെൻഡ് ചെയ്യേണ്ട ഷമാ മുഹമ്മദിനെ തന്നെ ഡിഫെൻഡ് ചെയ്യേണ്ട സ്ഥിതിയാണ്, പ്രതിരോധിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം KPCC പ്രസിഡന്റ് കെ സുധാകരനെ പോലുള്ള നേതാക്കൾ പലതവണ ഷമാ മുഹമ്മദിനെ തള്ളിപ്പറഞ്ഞതാണ്. ഏതായാലും സുധാകരനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഊറിച്ചിരിക്കാനുള്ള വകയാണ് ഷമാ മുഹമ്മദ് നൽകിയിരിക്കുന്നത്.